ഹലോ. അപ്പോൾ ഇന്ന് 2 റെസിപ്പികളാണ് കേട്ടോ. അപ്പോൾ ആദ്യം എഗ് ദോശയാണ്. അപ്പോൾ ദോശക്കല്ല് ചൂടാകുമ്പോൾ അതിലേക്ക് ദോശമാവ് ഒഴിച്ച് നല്ല നൈസായിട്ട് ചുറ്റിച്ചെടുക്കുക. ഇവിടെ ഒരു മുട്ട എടുത്തിട്ടുണ്ട്, ഒരു 2 കഷ്ണം കൊച്ചുള്ളി കുഞ്ഞായിട്ട് അരിഞ്ഞത് ഉപ്പും ചേർത്തിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ട് നമ്മൾ ആ ദോശയുടെ പുറത്തേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പം ദോശ ഒന്ന് ജസ്റ്റ് ഒന്ന് മുരിഞ്ഞ് വരുന്ന പരുവത്തിനാണ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അത് ഒന്ന് കുരുമുളക് പൊടി ഒരു 1/4 സ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്ത ശേഷം ഒന്ന് തിരിച്ച് ഇടുക. എന്നിട്ട് ആ ഭാഗം ഒന്ന് മുരിഞ്ഞ് വരുമ്പം മടക്കി എടുത്തു കഴിഞ്ഞാൽ നല്ല സൂപ്പർ എഗ് ദോശ റെഡിയാണ്. ചട്നിയുടെ കൂടെയോ സാമ്പാറിൻ്റെ കൂടെയോ ഇതൊന്നും ഇല്ലാതെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അങ്ങനെ എഗ് ദോശ ഇതിപ്പോൾ മനുവിന് ചുട്ടെടുത്തതാണ് കേട്ടോ. എഗ് ദോശ എടുത്തിട്ടുണ്ട്. അപ്പം ഞങ്ങൾ കുട്ടി ദോശ ചുട്ടെടുത്തിട്ടുണ്ട്. പുറം നല്ല മൊരിഞ്ഞിട്ട് ഉൾഭാഗം നല്ല സോഫ്റ്റായിട്ടുള്ള കുട്ടി ദോശ. അതിൻ്റെ കൂടെ മുരിങ്ങക്ക സാമ്പാറാണ് എടുത്തേക്കുന്നത്, വേറെ കഷ്ണങ്ങളൊന്നുമില്ല, മുരിങ്ങക്ക. പിന്നെ മീൻകറിയുടെ റെസിപ്പി ചട്ടി ചൂടാകുമ്പോൾ വെളിച്ചെണ്ണ ഒഴിക്കുക. ഒരു 10 കഷ്ണം ചുവന്നുള്ളി ഇട്ടൊന്ന് വാടി വരുമ്പോൾ അതിലേക്ക് ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ അതിലേക്ക് ഒരു 1/4 സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നല്ല എരിവുള്ള 2 സ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് ജസ്റ്റ് ഒന്ന് മൂക്കുന്നവരെ ഒന്ന് വഴറ്റുക. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ ഒരു 1/2 കപ്പ് തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ തേങ്ങയുടെ വെള്ളം ഒന്ന് ജസ്റ്റ് വലിഞ്ഞ് വരണം, അത്രയേ ഉള്ളൂ, മൂക്കണ്ട. അതിലേക്ക് ഒരു 1/2 സ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം അതൊന്ന് അരച്ചെടുത്തിട്ട് ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് ഒരു 2 വലിയ കഷ്ണം കുടംപുളിയും ഒരു 4 പച്ചമുളകും ചേർത്തിട്ടുണ്ട്. പിന്നെ അതേ മീൻ കഷ്ണങ്ങളും നല്ല നെയ്യുള്ള മത്തിയായിരുന്നു നിന്ന് കിട്ടിയത്. പിന്നെ ഉപ്പും ചേർത്തിട്ട് നല്ല വറ്റി വരുമ്പോൾ അതിലേക്ക് ഇത്തിരി ഉലുവാപ്പൊടി ചേർക്കുന്നുണ്ട്. കുഞ്ഞുള്ളി കടുക് വറുത്ത് ഒഴിച്ചിട്ടുണ്ട്. കറി റെഡി. ഇത് ഇവിടെ അകത്ത് ഇൻഡോറിൽ സെറ്റ് ചെയ്തേക്കുന്ന കുറച്ച് ചെടികളാട്ടോ. അപ്പോൾ ഈ ചെടി പടന്ന് കയറുന്ന ഒരു ടൈപ്പാണ്. പക്ഷേ ഇതിപ്പോൾ ഞാൻ അല്ലാതെ തന്നെ വെച്ചുകൊണ്ട് ഒരു ബുഷായിട്ട് തന്നെ നിൽപ്പുണ്ട്. നല്ല ഭംഗിയാണ് കാണാൻ. അങ്ങനെ വലിയ മെയിൻ്റനൻസ് ഒന്നും ആവശ്യമില്ല. സോയിൽ ഡ്രൈ ആവുന്നതനുസരിച്ചിട്ട് വെള്ളം കൊടുത്താൽ മതി കേട്ടോ. ഇത് സ്നേക്ക് പ്ലാന്റ് ആണ്. കുഞ്ഞു സ്നേക്ക് പ്ലാന്റ്സും വളർന്ന് അതിൽ വരുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാമായിരുന്നു ഇന്നത്തെ വിശേഷങ്ങൾ. ഇന്നലത്തെ അല്ല കേട്ടോ, ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ ശരി എന്നാൽ, താങ്ക് യു.